ഹർത്താലിന് മറവിലെ അക്രമത്തിൽ RSS ഒന്നാം പ്രതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് CPM കലാപത്തിന് വഴിയൊരുക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളിൽ ആദ്യത്തെ പ്രതി RSSഉം BJPയും സംഘപരിവാറുമാണ്. ഒന്നാമത്തെ പ്രതി. രണ്ടാമത്തെ പ്രതി CPM ആണ്, സർക്കാരാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. RSSഉം BJPയും നടത്തുന്ന കലാപങ്ങൾ എന്തുകൊണ്ട് ഇവർ തടഞ്ഞില്ല? എന്തുകൊണ്ട് CPM നടത്തിയ കലാപങ്ങൾ ഇവർ തടയുന്നില്ല? സംഘപരിവാർ ഹർത്താലിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അക്രമം ഒരു കാരണവശാലും വെച്ചു കുറിപ്പിക്കില്ല. അക്രമം ഒരു വിഭാഗത്തിന്റെ മാത്രം രീതിയാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ആരോപിച്ചു. അക്രമം ഒരു കൂട്ടരുടെ മാത്രം മാർഗമാണ്. ആ അക്രമത്തെ സർക്കാർ സംവിധാനത്തിലൂടെ ഫലപ്രദമായി നേരിട്ടുകൊള്ളും. ഇവിടെ സംയമനം പാലിച്ച് അതിനെതിരെയുള്ള ബഹുജന വികാരം ഉയർത്താനാണ് പൊതുവെ ആളുകളും ബഹുജനങ്ങളും ശ്രദ്ധിക്കേണ്ടത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. പോലീസ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ കാണുകയും ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഭീഷണിയുമായി BJP കേന്ദ്ര നേതൃത്വം. അക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുള്ള പ്രത്യാഘാതം സംസ്ഥാന സർക്കാരും CPMഉം നേരിടേണ്ടി വരുമെന്നും BJP വക്താവ് GVL നരസിംഹറാവു പറഞ്ഞു. പ്രത്യാഘാതം എന്തെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ല. ഓർഡിനൻസ് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിൽ നിന്ന് BJP വക്താവ് ഒഴിഞ്ഞുമാറി. We want to advise, warn, caution the Kerala government to stop this state-sponsored violence forthwith. Otherwise, the government and CPM will have to face consequences under the constitutional provisions and will have to rue their own blunders and nobody else. കേരളത്തിൽ ഭരണഘടനാപരമായി ഇടപെട്ട് കളയുമെന്നാണ് BJP വക്താവ് GSL നരസിംഹറാവുവിൻ്റെ ഭീഷണി. ക്രമസമാധാനം സംരക്ഷിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടോ? ആരാണ് അക്രമത്തിന് കോപ്പുകൂട്ടുന്നത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് CPMനെയും BJPയെയും ഒന്നും രണ്ടും പ്രതികളാക്കി ചിത്രീകരിക്കുന്നത് എന്നീ വിഷയങ്ങളാണെന്ന് സ്പെഷ്യൽ ചർച്ചയിൽ നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, DYFI സംസ്ഥാന സെക്രട്ടറി AR റഹീം, കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്, മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി എന്നിവർ ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഇടവേളയ്ക്ക് ശേഷം. ശബരിമലയിലെ യുവതീ പ്രവേശത്തെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങളുടെ പേരിൽ ഭരണഘടനാപരമായി കേരളത്തിൽ ഇടപെടുമെന്നും ഭരണഘടനാപരമായ പ്രത്യാഘാതങ്ങൾ സംസ്ഥാന സർക്കാർ അനുഭവിക്കുമെന്നുമാണ് ഇന്ന് BJPയുടെ ഭീഷണി. RSS നിർദ്ദേശത്തെ തുടർന്ന് BJP നേതാക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം BJP നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് NDA ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി PC തോമസ് തന്നെയാണ് ഈ ചർച്ചയിൽ ആദ്യം ചേരുന്നത്. ആദ്യം PC തോമസിലേക്ക്. ശ്രീ PC തോമസ്, നിങ്ങൾ കൂടി ഭാഗവാക്കായ NDA മുന്നണിയാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാർ ഭരണഘടനാപരമായ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനൊരുങ്ങുമ്പോൾ ഒരു വിഭാഗം അവർക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുന്നു. ആ പ്രതിഷേധം തെരുവു കലാപമായി ഇന്നലെ വളരുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ക്രമസമാധാനം പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന കാര്യം സർക്കാരിനറിയാം. അവർ അത് നിർവഹിക്കുന്നുണ്ട്. അതിൽ വീഴ്ചകളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകാം. പക്ഷേ അതിൻ്റെ പേരിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരിൻ്റെ ഭാഗമായ BJPയുടെ ഒരു നേതാവ് തന്നെ സംസ്ഥാനത്തെ, കേരളത്തെ ഭീഷണിപ്പെടുത്തുന്നു. ഭരണഘടനാപരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുമെന്നും ബുദ്ധിയുള്ളവർക്ക് അതെന്താണെന്ന് മനസ്സിലാവുമെന്നും. ഇത് എന്തിനുള്ള പുറപ്പാടാണ്? അല്ല, അതൊരു ഭീഷണിയായിട്ട് ഞാൻ കാണുന്നില്ല. ഭരണഘടന നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഭരണഘടനയിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രമസമാധാനം പാലിക്കേണ്ടത് കേരളത്തിലെ ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റാ അതിനുള്ള ഉത്തരവാദി. ആ ഗവൺമെന്റിന് അത് കഴിയുന്നില്ല എങ്കിൽ പണ്ടും ഉണ്ടായിട്ടുണ്ടല്ലോ, 57 ഉണ്ടായിട്ടില്ലേ? 57 എന്താ ഉണ്ടായത്? ഭരണഘടനാപരമായ നടപടി ഉണ്ടായല്ലോ. അതുകൊണ്ട് ഭരണഘടനാപരമായ നടപടി ഉണ്ടാകും എന്നുള്ളത് അവർ പറയുന്ന ഒരു ഭീഷണിയൊന്നുമല്ല. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഇന്നലെ ഞാൻ പങ്കെടുത്ത ഒരു ശവസംസ്കാര ചടങ്ങ് പന്തളത്തുണ്ടായി. അത് പന്തളത്തുള്ള ചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയതാണ്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? CPMന്റെ ഓഫീസിൽ നിന്ന് വലിയൊരു കല്ല് അദ്ദേഹത്തിന്റെ തലയിലേക്കിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷെ ആദ്യം പ്രതികരിച്ചതാരാ? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഒന്നും കണ്ടില്ല. അതിനു മുമ്പേ പറയുകയാണ് മരണമടഞ്ഞത് ഹൃദയാഘാതം മൂലമാണ് എന്ന്.
അദ്ദേഹമാണോ ഡോക്ടർ? അദ്ദേഹമാണോ പോസ്റ്റ്മോർട്ടം ചെയ്തത്? അദ്ദേഹമാണോ തീരുമാനം എടുക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ എല്ലാം ചരട് അവിടെ ഉണ്ട്. അവിടെ നിന്നാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കുകയാണ്. അത് വ്യക്തമല്ലേ? ഇന്ന് തന്നെ അതായത് കോടിയേരി എതിരായിട്ട് പറഞ്ഞിരിക്കുന്നു, അവരുടെ തന്നെ പോലീസിനെതിരായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കേസിനകത്ത് അതേ കേസിനകത്താ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു, ഗൂഢാലോചന വളരെ വ്യക്തമായിട്ട് അവിടെ ആലോചിച്ച് ഉറച്ച് കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇതാ കൊലപ്പെടുത്തി എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയും പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല CPM-ന്റെ സെക്രട്ടറിക്ക്. CPM-ന്റെ സെക്രട്ടറി പറയുക ഏതോ വിവരമില്ലാത്ത പോലീസാണ്. അപ്പോൾ വിവരമില്ലാത്ത പോലീസാണോ പിണറായിയുടെ പോലീസ്? വിവരമില്ലാത്ത പോലീസിന് വിവരം കൊടുക്കേണ്ടതല്ലേ പിണറായി? പക്ഷെ അദ്ദേഹം തന്നെ വിവരമാണോ ഈ പറയുന്നത്? ചാടിക്കേറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് എന്ന് പോലും അറിയുന്നതിന് മുമ്പ് അക്കാര്യം മുഖ്യമന്ത്രി തിരുത്തിയിട്ടുണ്ട്. അതായത് CPM സംസ്ഥാന സെക്രട്ടറിയെ മുഖ്യമന്ത്രി തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറിച്ചൊരു അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പോലീസിന് ഇക്കാര്യത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഏത് കാര്യത്തിലെന്ന് ചോദിച്ചാൽ കോടിയേരി പറഞ്ഞത് പോലീസിന് പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിന് പിഴവൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അല്ല, അതാണല്ലോ ഒരു ഗവൺമെന്റില് ഒരു മന്ത്രി, മുഖ്യമന്ത്രി ഒരു വിധത്തിൽ പറയുന്നു, ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട ആള് മറ്റൊരു രീതി പറയുന്നു. ഇതാണോ ഇവിടുത്തെ ഭരണം? പക്ഷേ ഇവര് തമ്മിൽ ഭരണഘടനാപരമായി ഇടപെട്ടുകളെയും ഭരണഘടനാപരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നേതാവ് ഭീഷണിപ്പെടുത്താൻ ഇത് കാരണമല്ലല്ലോ ശ്രീ PC തോമസ്. അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസം നാം തെരുവിൽ കണ്ടതാണ്. ആ ആക്രമണത്തിന് ആരാണ് കാരണക്കാരൻ? അതിനെന്തിനാ ഭീഷണി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? ഭരണഘടന എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഭരണഘടന അതിനകത്തെ വകുപ്പ് വളരെ വ്യക്തമാണല്ലോ. ആ ഭരണഘടനയിൽ പറയുന്നുണ്ടല്ലോ, ക്രമസമാധാനം നില പാലിക്കാനായിട്ട് ബാധ്യതയുള്ള ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് ഒരുപക്ഷെ കോടിയേരിക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പോലീസിനെ പറ്റി അങ്ങനെ പറഞ്ഞത്. അത് തിരുത്താനായിട്ട് മുഖ്യമന്ത്രിക്ക് തയ്യാറെടുപ്പ് വേണ്ടി വന്നത് അതുകൊണ്ടായിരിക്കാം. പക്ഷേ സംഗതി പാളിപ്പോയിരിക്കുന്നു. ഇവിടെ എന്തെല്ലാം നടക്കുന്നു അതെല്ലാം ഏതെങ്കിലും ഒരാളുടെ പേരിലോ ഒരു വിഭാഗത്തിന്റെ പേരിലോ കെട്ടിവെക്കാനൊന്നും പറ്റത്തില്ല. ഇത് CPM ആസൂത്രണം ചെയ്ത, ഞാൻ ഇന്നലെ പോയി ക്രിസ്മസ് കരോൾ നടത്തിയതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മുഴുവൻ, ഒരു പള്ളിയിലെ കരോൾ സംഘത്തെ മുഴുവൻ അടിച്ചമർത്തി ഭീഷണിപ്പെടുത്തി അവരെ വീടുകളിൽ കയറി തല്ലി അത്രമാത്രം ആക്രമണം നടത്തിയിരിക്കുന്നത് DYFI സുഹൃത്തുക്കളും അവിടുത്തെ CPM-കാരുമാണ്. കോട്ടയത്തിനടുത്ത് പാത്താമുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്താ ഇപ്പൊ CPM സെക്രട്ടറി ഓടി നടക്കുകയാണ്, എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണം. കാരണം എന്താ, അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് മാറി. കാരണം ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയത് നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമായി. അങ്ങനെ ക്രമസമാധാനം നില അതായത് PC തോമസ്, താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു ഉണ്ണിത്താൻ എന്ന ഒരു മനുഷ്യൻ ദൗർഭാഗ്യകരമായി കൊല ചെയ്യപ്പെടാനിടയായ സാഹചര്യം, അത് മറ്റൊന്ന് ഈ കരോൾ സംഘത്തിന് പള്ളിയിൽ കയറി അഭയം പ്രാപിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതിന്റെ പേരിലാണോ കേന്ദ്രം സംസ്ഥാനത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്? ഇതിന്റെ പേരിലാണോ BJP നേതാവ് ഭരണഘടനാപരമായ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് ഭീഷണിപ്പെടുത്തിയത്? ഭീഷണി എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. അതൊന്നും ഒരു കുറ്റമല്ലേ? അല്ല, അത് കുറ്റമാണ്. അത് കുറ്റമല്ല എന്നല്ല, ഇതിന്റെ പേരിലായിരുന്നു ആ ഭീഷണി എന്നാണ് എന്റെ ചോദ്യം. 1 കോടിയല്ല, 10 കോടി രൂപ കൊടുത്താൽ മതിയാവോ? എത്രയോ ക്രമസമാധാന നില പ്രശ്നം വന്നിരിക്കുന്നു. ഒന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതാണ്. കരോളിന് പറഞ്ഞത് അത് മറ്റൊരു എക്സാമ്പിൾ ആണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ? പക്ഷേ ആ ഉദാഹരണങ്ങളിലൊന്നും ഇന്നലെ കേരളത്തിൽ അഴിഞ്ഞാടിയ സംഘപരിവാർ പ്രവർത്തകരെ കുറിച്ച് താങ്കൾ പറയുന്നില്ല. അതേക്കുറിച്ചാണ് കേന്ദ്രം റിപ്പോർട്ട് തേടിയത്. ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രവർത്തകർ കേരളത്തിലെ തെരുവുകളിൽ അഴിഞ്ഞാടിയതിനെ കുറിച്ചാണ്. അതല്ലേ കേന്ദ്രം റിപ്പോർട്ട് തേടാനുള്ള കാരണം? അല്ലാതെ കരോൾ സംഘത്തിന് പള്ളിയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നതിനാണോ കേന്ദ്രം റിപ്പോർട്ട് ചോദിച്ചത്? അത് തീരെ ചെറിയൊരു കാര്യമായിട്ട് കാണണ്ട. അത് ചെറിയ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാ അത്ര വലിയ ഭീഷണിയാ? അത്ര വലിയ ഭീഷണിയാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ TV റിപ്പോർട്ട് ചെയ്ത കാര്യമാ. അത്ര വലിയ ഭീഷണി അവിടെ നിലനിൽക്കുകയാ. അത് മാത്രമോ, ഇത് 1-2 പ്രശ്നമാണോ? കേരളത്തിൽ ഉടനീളം നടന്നില്ലേ പ്രശ്നങ്ങൾ?
ക്രമസമാധാന നില പാലിക്കേണ്ടവർക്ക് അത് പാലിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി. ഏതെങ്കിലും വിഭാഗം ക്രമസമാധാന പ്രശ്നമില്ല എന്നല്ല ഞാൻ വാദിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഈ ക്രമസമാധാന നിലയുടെ ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ ഒരു സംസ്ഥാന സർക്കാരിന് ഭരണഘടനാപരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കേന്ദ്രം ഭീഷണിപ്പെടുത്താനാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 3000-ഓളം പേർ കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപം, കണ്ഠപാലിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ചുട്ടരിച്ച പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത്തരം സംസ്ഥാനങ്ങളെ കേന്ദ്രം കണ്ണുരുട്ടിക്കാട്ടുകയും പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഒരു വ്യാപകമായ കൂട്ടക്കൊലയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കൂട്ടക്കൊല നടത്താമെന്നുള്ള ശ്രമം ജനങ്ങൾ തന്നെ തടഞ്ഞിട്ടുണ്ട്. ഇത് ഭരണഘടനയിൽ പറയുന്ന കാര്യമല്ലേ? ഭരണഘടനാപരമായിട്ട് ഉള്ള ദൗത്യം ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യാനായിട്ട് നോക്കണം. അവർക്കത് പറ്റുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നല്ലോ. എന്തിനാ DGP തന്നെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ SP മാർ കേൾക്കുന്നില്ലെന്ന്, DSP മാർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അത് തിരുത്തേണ്ടി വന്നില്ലേ ചിലർക്ക്? അങ്ങനെ തന്നെ കോടിയേരിയും പറഞ്ഞില്ലേ? കോടിയേരി പറഞ്ഞത് പിണറായി തിരുത്തേണ്ടി വന്നില്ലേ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെമ്പാടും കഴിഞ്ഞ 3 ദിവസമായിട്ട് നടക്കുന്ന ഈ ക്രമസമാധാന നിലയുടെ തകർച്ച സീരിയസ് ആയിട്ട് കണ്ടേ പറ്റൂ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ നാളെ മുസ്ലിം പള്ളിയിൽ ചെന്ന് അവിടെ ഇന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കണം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്താൽ എങ്ങനെയാ? അല്ലെങ്കിൽ നാളെ ക്രൈസ്തവ ദേവാലയത്തിൽ വന്ന് അച്ഛന്മാരൊക്കെ മാറിക്കോ, ഇവിടെ ദേവാലയത്തിലെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മറ്റൊരു വിഭാഗം ചെയ്തോളും എന്ന് പറഞ്ഞ് ചെയ്താൽ പറ്റുമോ? ഇത് മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26 എന്ന് പറഞ്ഞ് ഇതേ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവകാശം കൊടുത്തിരിക്കുക. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാമായി ഉണ്ടായ അക്രമ സംഭവങ്ങളിലെ 1-ാം പ്രതി സംഘപരിവാറാണ്. അത് സമ്മതിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. അതോടൊപ്പം അദ്ദേഹം പറയുന്നു 2-ാം പ്രതി സർക്കാരാണെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആരോപിക്കുന്നത്? നമുക്കറിയാം, സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാതെയാണ് ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ പ്രവർത്തിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ, ജനുവരി മാസം 1-ാം തീയതിയാണ് നവോത്ഥാനത്തിൻ്റെ മേതിൽ ഒരു വനിതാ മതിൽ കെട്ടിപ്പൊക്കിയത്. ആ വനിതാ മതിൽ പങ്കെടുത്തത് മാർക്സിസ്റ്റുകാർ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള മതിലായിരുന്നല്ലോ. ആ മതിൽ പങ്കെടുത്ത് വളരെ ക്ഷീണിതരായി രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പോൾ കൊച്ചുവെളുപ്പാങ്കാലത്താണ് കഴിഞ്ഞ 7 ദിവസമായി പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന 2 വനിതകളെ അതിസാഹസികമായി ശബരിമലയിൽ എത്തിച്ചത്. അത് അത്ര നല്ല മാർഗമല്ല. 800 യുവതികൾ ഓൺലൈനിലൂടെ ശബരിമലയിൽ പോകാൻ രജിസ്റ്റർ ചെയ്തിട്ട് അവരെപ്പോൾ വേണമെങ്കിലും വരാൻ തയ്യാറായെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവരെ കൊണ്ടുപോയി മലകയറ്റാൻ തയ്യാറാകാത്ത പോലീസ് ഈ 2 സ്ത്രീകളെ കൊണ്ട് കാണിക്കാൻ നടത്തിയ ഒരു ശ്രമം, അതും വനിതാ മതിലിൻ്റെ തൊട്ടടുത്ത ദിവസം, എന്നിട്ട് പിറ്റേന്ന് മുഖ്യമന്ത്രി തന്നെ അത് സ്ഥിരീകരിച്ച് പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സ് നൊന്തിരിക്കുകയാണ്, ആഴത്തിലുള്ള മുറിവേറ്റിരിക്കുകയാണ്. പക്ഷേ അതും ഈ കലാപവുമായി കൂട്ടിക്കൊഴിക്കണ്ട. ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം തുലാമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ നിലയ്ക്കലിൽ അക്രമം കാട്ടിയത് RSS ആണ്, സംഘപരിവാറാണ്, BJP ആണ്. ചിത്തിരയാട്ട വിശേഷത്തിന് അവിടെ കലാപം അഴിച്ചുവിട്ടതും ഈ പറയപ്പെടുന്ന ശക്തികളാണ്, മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതടക്കം. ഈ സുപ്രീം കോടതിയുടെ പിന്നെ 2 യുവതികളെ കയറ്റിയതിന് ശേഷം ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പരസ്യമായി വന്നു. വളരെ കലാപത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് 14 ജില്ലയിലും അലർട്ട് പ്രഖ്യാപിക്കണം. കരുതൽ തടങ്കൽ നിയമം അനുസരിച്ച് അകത്താക്കേണ്ടവരുടെ പട്ടിക പോലും ഇൻ്റലിജൻസ് കൈമാറി. പക്ഷെ ഒരു മുൻകരുതലും ഈ ഗവൺമെൻറ് എടുത്തില്ല. ഈ കരുതൽ തടങ്കൽ നിയമപ്രകാരം കസ്റ്റഡിയിലെടുക്കേണ്ട പേര് പോലും സജസ്റ്റ് ചെയ്തിട്ട് അവരെ ആരെയും കസ്റ്റഡി എടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല. എന്താ ഫലം? കഴിഞ്ഞ 3 ദിവസമായി തെരുവിലിറങ്ങി അഴിഞ്ഞാടുകയാണ് സംഘപരിവാർ, RSS, BJP. അവർ നിയമം കയ്യിലെടുത്തിരിക്കുന്നു. അവർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു. അവർ ബോംബുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എറിയുന്നു. അവർ നിരപരാധികളെപ്പോലും വേട്ടയാടുന്നു. നിരവധി പ്രാവശ്യം ഹർത്താൽ നടത്തി. ആ ഹർത്താലിൻ്റെ പേരിൽ സംഹാര താണ്ഡവമാടുന്നു കേരളത്തിൽ. കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി ഇല്ലേ? കേരളത്തിലൊരു പോലീസ് സേനയില്ലേ? ഒരു DGP ഇല്ലേ? അവരെ കൈകാര്യം ചെയ്യേണ്ടത് ആരാ? ജമ്മു കാശ്മീരിലാണ് പോലീസിനെ ആക്രമിച്ചെങ്കിൽ അവരെ ഭീകരരായി ചിത്രീകരിച്ച് വെടിവെച്ച് കൊല്ലുമായിരുന്നു. പോലീസിനെ ആക്രമിച്ചാൽ, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാൽ ഇവിടെ അവരെ ഭക്തരുടെ പരിവേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തെരുവിലിറങ്ങി അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുമ്പോൾ
മറുഭാഗത്ത് അവരെ അടിച്ചമർത്തേണ്ട പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുമ്പോൾ ആ പണി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും SDPIയും അതുപോലെ തന്നെ NDFും ഏറ്റെടുത്തു. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. ഇവിടെ ശ്രീ PC തോമസ് പറഞ്ഞല്ലോ, ചന്ദ്രൻ ഉണ്ണിത്താൻ കൊല ചെയ്യപ്പെട്ടു. കേരള പോലീസിൻ്റെ റിപ്പോർട്ട് എന്താ? ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം എന്നാണ്. അത് ശരിയാണെന്ന് പിണറായി വിജയൻ ശരിവെച്ച സ്ഥിതിക്ക് ആസൂത്രിതമായ ഒരു കൊലപാതകം നടത്തേണ്ട കാര്യം എന്താ? ഇവിടെ അക്രമികൾ അഴിഞ്ഞാടിയാൽ അവരെ അമർച്ച ചെയ്യേണ്ടത് അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് കേരളം ഭരിക്കുന്നവരാണ്. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ തെരുവിലിറങ്ങി ഒരു തെരുവ് യുദ്ധം നടന്നാൽ എന്താ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരെ പോലെ തെരുവിലിറങ്ങി കേരളം ഭരിക്കുന്ന ഞങ്ങളുടെ കയ്യിലും അധികാരമുണ്ട്. അപ്പം രണ്ടു കൂട്ടർക്കും അധികാരത്തിൻ്റെ മത്ത് പിടിച്ചിരിക്കുന്നു, അധികാരത്തിൻ്റെ തിമിരം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഈ അക്രമങ്ങളുടെ മുഴുവൻ പിന്നിലും ഭക്തജനങ്ങളല്ല, RSS ആണ്, സംഘപരിവാറാണ്, BJP ആണ്. ഭക്തജനങ്ങളുടെ വികാരം വ്രണപ്പെട്ടു. അവരൊരു അക്രമത്തിനുമില്ല. അവരതിൻ്റെ പ്രതികാരം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചോളും. അതാ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. ഒന്നാം പ്രതി മാർക്സിസ്റ്റ്, രണ്ടാം പ്രതി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് വകവയ്ക്കാതെ, കരുതൽ തടങ്കൽ നിയമം ഉപയോഗിക്കാതെ, 14 ജില്ലയിലും ഒന്നും ചെയ്യാതെ ഈ അക്രമികൾ കഴിഞ്ഞാടാൻ അവസരമുണ്ടാക്കിയ പോലീസ്, അതിൻ്റെ DGP ആയ ഇദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു, ഈ ഞങ്ങൾക്ക് പോലീസിന് വീഴ്ച പറ്റി. അപ്പോൾ ഒന്നാം പ്രതി ഇവിടെ RSS, സംഘപരിവാർ, BJP ശക്തി. രണ്ടാം പ്രതി ഈ അസമയത്ത് 2 വനിതകളെ അകത്ത് കയറ്റി ആ വിവരം പത്രത്തിലൂടെ നാട്ടുകാരെ അറിയിച്ച് തൻ്റെ പിടിവാശി സാധിച്ചു. സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത 800 യുവതികളെ കയറ്റണം, ഒരാളെ കയറ്റിയിട്ടില്ല. വന്നവരെ ഒക്കെ തിരിച്ചയച്ചു. അപ്പോൾ ഇനി ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഒരു യുവതിയെ കയറ്റില്ലെന്ന് പറഞ്ഞിട്ട് വിശ്വാസ വഞ്ചന നടത്തിയ മുഖ്യമന്ത്രി രണ്ടാം പ്രതി. സുപ്രീം കോടതി താങ്കൾ ഈ ചർച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം പോലീസിന് സംഭവിച്ച വീഴ്ചയാണ്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് വിവിധ കോണുകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ അക്രമങ്ങൾ തടയുന്ന കാര്യത്തിൽ പല സ്ഥലങ്ങളിലും ജനക്കൂട്ടത്തിന് അക്രമികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും ആവശ്യത്തിന് മതിയാത്ത പോലീസ് ഉണ്ടാവാത്ത കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, അക്രമമുണ്ടാകുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടാതെ തന്നെ നമുക്ക് ഊഹിക്കാവുന്ന, സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് പോലുള്ള നഗരപ്രദേശത്ത് പോലും ആവശ്യത്തിന് പോലീസുകാരുണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. മിഠായി തെരുവിൽ നാം അത് കണ്ടതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് പോലീസ് സംവിധാനത്തെ ഈ അക്രമം തടയുന്നതിനെ സംബന്ധിച്ച വിന്യസിക്കുന്നതിൽ കനത്ത വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അക്കാര്യം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുറന്നു പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി അതിനെ തിരുത്തുന്നു ഒരു വശത്ത്. അപ്പോൾ ക്രമസമാധാന പാലനം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ഉത്തരവാദിത്തത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചയെ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ട് കളയും എന്ന ഭീഷണി BJP നേതാക്കൾ ഉയർത്തുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന വിശ്വാസികളുടെ വികാരം വ്രണപ്പെടാൻ ഇടയാകുന്ന വിധം സംസ്ഥാന സർക്കാർ ആസൂത്രിതമായി ഓർക്കസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു യുവതീ പ്രവേശനം നടത്തി. ഇത് ഇത്തരത്തിലുള്ള വയലൻസ് ഇൻസൈറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും അതിൽ പങ്കാളിയാണ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിക്കുന്നത്. മറുപടി, ഈ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതുപോലൊരു ചർച്ചയുടെ ഫോറത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയോട് വേറെ പോയി വേറെ ചില പണിയെടുക്കാനാണ് പറഞ്ഞത്. കാരണം യുവതികളെ കയറ്റാൻ കെൽപ്പില്ലാത്ത ത്രാണിയില്ലാത്തയാളെയാണോ നിങ്ങൾ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. ഇപ്പോഴെന്താ രാജ്മോഹൻ ഉണ്ണിത്താൻ മാറിയോ? ഇപ്പോഴെന്താ പറയാനുള്ളത്? യുവതികളെ കയറ്റി കഴിഞ്ഞപ്പോൾ ഒളിച്ചു കടത്തിയെന്നാണ്. അല്ല, കല്യാണ ലെറ്ററൊക്കെ അടിച്ചു കൊടുക്കുന്നത് പോലെ, എല്ലാവരെയും വിളിക്കുന്നത് പോലെ, സദ്യയ്ക്ക് വിളിക്കുന്നത് പോലെ RSSകാരെല്ലാം ശാഖയിൽ പോയി കത്തെല്ലാം അടിച്ചു കൊടുത്ത് വിളിച്ച് വരൂ, ഞങ്ങളിതാ ഇന്ന ദിവസം കയറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിർത്തി അവിടെ കലാപമുണ്ടാക്കി, അതിൽ മുതലെടുപ്പ് RSS ഉണ്ടാക്കി നാട് കത്തിക്കാൻ അവർ തയ്യാറായി ഇറങ്ങുമ്പോൾ അതിൽ സന്തോഷമാണോ? എന്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളെന്തിനാണ് കരിദിനം ആചരിച്ചത്? ഇവിടെ 2 യുവതികൾ കയറുന്നു. ആ കയറിയത് സുപ്രീം കോടതിയുടെ ഇച്ഛയനുസരിച്ചാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഇച്ഛയനുസരിച്ചാണ്. അങ്ങനെ ഭരണഘടനയുടെ താല്പര്യപ്രകാരം 2 യുവതികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഈ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ യഥാർത്ഥ ഭക്തരല്ല എന്ന്. അതിൽ അദ്ദേഹത്തിന് സംശയമില്ലല്ലോ. എങ്കിൽ പിന്നെ ഈ കൂട്ടർ കലാപത്തിനിറങ്ങുമ്പോൾ അത് തെറ്റെന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം നിങ്ങളിതിനാണ് അവർക്കൊപ്പം കരിദിനം ആചരിച്ചത്.
നിങ്ങളെന്തിനാണ് മുഖ്യമന്ത്രിയെ തടയാൻ പോയത്? നിങ്ങൾ മുഖ്യമന്ത്രിയെ തടഞ്ഞവരാണല്ലോ. നിങ്ങൾ കരിദിനം ആചരിച്ചല്ലോ. നിങ്ങൾക്ക് എന്തിലാണ് പ്രതിഷേധം? എന്ത് കാര്യത്തിലാണ് പ്രതിഷേധം? സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയതിലാണോ പ്രതിഷേധം? അതേ ഒരു ദളിത് അവിടെ കയറിയതിലാണോ പ്രതിഷേധം? ഒരു സ്ത്രീ കയറിയതിലാണോ പ്രതിഷേധം? നിങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? നിങ്ങൾ RSSൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അത് കേരളം കണ്ടുവരികയാണ്. പിന്നെ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യം, താങ്കൾ ചോദിച്ച ചോദ്യം, ഈ കേരളത്തിൽ ലാൻഡ് ഓർഡർ പരിഹരിക്കുന്നതിന് പോലീസ് ഇടപെട്ടത് കൊണ്ടാണ് അജിംസ് ഈ നിലയിൽ പോകുന്നത്, RSS എന്നാണ് കരുതിയിരിക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം അങ്ങയോട് പറയുന്നു. ഇന്ന് പുറത്ത് വന്നൊരു ദൃശ്യമുണ്ട്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേർക്ക് RSSൻ്റെ ഒരു പ്രചാരകൻ 4 ബോംബുകൾ എറിയുകയാണ്. പിന്നെയും അയാളുടെ കവറിൽ ബോംബുകൾ ബാക്കിയുള്ളതായി ദൃശ്യങ്ങളിൽ വ്യക്തമാകും. ഈ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലം ശ്രീ ഉണ്ണിത്താനും എനിക്കുമെല്ലാം തന്നെ നേരിട്ടറിയാവുന്ന സ്ഥലമാണ്. ശ്രീ ഉണ്ണിത്താൻ തന്നെ പറയട്ടെ, ഒരു സംഘർഷബാധിത പ്രദേശമേ അല്ല അവിടെ. എന്തെങ്കിലും ഒരു സംഘർഷം തുടർച്ചയായി നിലനിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരു പക്ഷേ RSS ആയുധം സംഭരിച്ച് വെച്ചിട്ടുണ്ടാകാം, അത് അവരുടെ രീതിയാണ്. ഒരു സംഘർഷവും നിലനിൽക്കാത്തൊരു സ്ഥലത്ത് എവിടെ നിന്ന് ഈ ആയുധങ്ങൾ വന്നു? എന്തിന് ഈ ആയുധങ്ങൾ സംഭരിച്ചു? ശബരിമലയിൽ ബോധപൂർവം പോലീസ് നടപടി ക്ഷണിച്ചു വരുത്തി. ശബരിമലയിൽ ഉണ്ടാകുന്ന പോലീസ് നടപടിയെ തുടർന്ന് ഈ നാട്ടിൽ ഒരു കലാപമുണ്ടാക്കാൻ, വർഗീയ കലാപത്തിന് RSS വലിയ പദ്ധതിയിട്ടിരുന്നു. അതാണ് ആ ദൃശ്യങ്ങളുടെ തെളിവ്. അതാണ് കേരളത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ചില പ്രത്യേക പോക്കറ്റുകളിൽ വളരെ ബോധപൂർവം മീഡിയ വൺ തന്നെ ചില വാർത്തകൾ പുറത്തുവിട്ടല്ലോ. കാസർഗോഡ് ചില പ്രത്യേക കേന്ദ്രങ്ങൾ, ഞാൻ കേന്ദ്രങ്ങൾ പറയുന്നത് ശരിയല്ല, ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ബോധപൂർവം കലാപത്തിന് പദ്ധതിയിട്ടിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വിപുലമായ പദ്ധതി RSSനുണ്ടായിരുന്നു. ആ പദ്ധതി നടക്കാതെ പോയത്, ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ആ അജണ്ട നടക്കാതെ പോയത് കേരളത്തിൻ്റെ പോലീസും കരുതൽ തടങ്കലാക്കിയതുകൊണ്ടും കേരളത്തിലെ പോലീസ് ശക്തമായി ഉണർന്ന് പ്രവർത്തിച്ചതും കൊണ്ടാണ്. ഇത്രയധികം പേര് ഈ അടുത്ത കാലത്ത് ഏത് ഹർത്താലിനോടനുബന്ധിച്ചാണ് കരുതൽ തടങ്കലിലാക്കിയത്? അപ്പോൾ കരുതൽ തടങ്കലിലാക്കിയവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നല്ലോ, അവരുടെ എണ്ണം പുറത്തു. റഹീം അതിലൊരു പ്രശ്നമുണ്ട്. കരുതൽ തടങ്കലിൽ ആളുകളാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ അക്രമ സംഭവത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തവരുടെ എണ്ണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 1. 2, പോലീസിന്റെ ഇടപെടൽ വളരെ ദുർബലമായിരുന്നു എന്ന് തന്നെയാണ് വിമർശനമുള്ളത്. അക്കാര്യത്തിൽ താങ്കൾ പറയുന്നത് പോലീസ് ഇടപെട്ടതുകൊണ്ടാണ് കലാപം നടക്കാതിരുന്നതെന്നാണ്. അക്കാര്യത്തിൽ തർക്കമുണ്ടാകാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, DYFIയുടെ ഒരു സംസ്ഥാന നേതാവാണല്ലോ താങ്കൾ. നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. അക്രമാസക്തമായ പ്രതിഷേധങ്ങളിൽ പോലും നിങ്ങൾ പങ്കാളികളായിട്ടുണ്ടാകാം. പക്ഷേ പോലീസ് സാധാരണ ചെയ്യുന്നത്, ഇന്നലത്തെ പോലെ ഒരു സിറ്റുവേഷനിൽ നോക്കൂ, പാലക്കാട് ജില്ലയിൽ CPIയുടെ ഓഫീസിന് മുന്നിലൂടെ പ്രകടനം കടന്നു പോകുന്നു. സാധാരണ രീതിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും പാർട്ടി ഓഫീസുകൾക്ക് മുമ്പിലൂടെ കടന്നു പോകാൻ പോലീസ് അനുവദിക്കാറില്ല. അതാണ് അവിടെ പാർട്ടി ഓഫീസ് തല്ലി തകർക്കാനുണ്ടായ കാരണം. ഇവിടെയാണ് പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറയുന്നത്. ഒന്ന്, മിഠായി തെരുവിൽ ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നില്ല. പാലക്കാട് പോലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് സംഘപരിവാർ പ്രവർത്തകർ അഴിഞ്ഞാടുമ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടുവരുന്ന വിമർശനമല്ല. ഇതൊരു വിശകലനം തന്നെ പലരും നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ആ വിശകലനം തെറ്റാണ്. നിങ്ങൾ ഈ പറഞ്ഞ CPIയുടെ ഓഫീസ് പാലക്കാട് ഞാൻ സന്ദർശിച്ചില്ല. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഇരിക്കുന്നത്. പക്ഷേ അല്പം മുമ്പ് വടക്കഞ്ചേരിയിൽ, ഇവിടെ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായ സ്ഥലത്ത് ഞാൻ പോയിരുന്നു. CPIഎമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസും അവിടെ പ്രവർത്തിക്കുന്ന PK ബിജു MPയുടെ ഓഫീസും RSSകാർ അക്രമത്തിൽ തകർത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം തന്നെ, എങ്ങനെയാണ് പോലീസ് ഈ നിലയിലേക്ക് ഇതുവഴി എങ്ങനെയാണ് പ്രകടനം വന്നത്? അത് ചുറ്റിൽ നിന്ന് എറിഞ്ഞ് തകർക്കായിരുന്നു ആസൂത്രിതമായി. അതിൻ്റെ കാരണം താഴെ പോലീസ് തടയുകയാണ്. പോലീസ് തടഞ്ഞതിന് ശേഷം പോലീസിനെ തള്ളി മാറ്റി ഇങ്ങോട്ടേക്ക് കയറി വരികയാണ്. ബോധപൂർവം അക്രമം ഉണ്ടാക്കാനാണ്. 2, നിങ്ങൾ മിഠായി തെരുവിൻ്റെ കാര്യം പറയുന്നു. ഇതിന് സമാനമാണ് ഈ പറയുന്ന എല്ലായിടത്തും. പാലക്കാട് DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു. ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനാണ്. മിഠായി തെരുവിലെ കാര്യം നിങ്ങൾ പറഞ്ഞു, അത് വസ്തുതാവിരുദ്ധമാണ് ആ വിശകലനം. മിഠായി തെരുവിൽ പോലീസ് ശക്തമായിട്ട് അവിടെ ഇടപെട്ടില്ലേ? അവിടെ അടിഞ്ഞാടിയ ക്രിമിനൽ സംഘത്തെ പോലീസ് പിടിച്ചില്ലേ? പോലീസ് തുരത്തിയില്ലേ? അവിടെ കടകൾ ആക്രമിക്കാൻ തുടങ്ങിയ 3 കടകളായപ്പോഴേക്കും അവരെ വിലങ്ങണിയിക്കാൻ കഴിഞ്ഞില്ലേ? അവരെ പിടിച്ചു നിർത്തിയില്ലേ? അവിടെ കളക്ടർ ഉൾപ്പെടെ ആ സ്ഥലത്തെത്തി, കമ്മീഷണറുടെ സ്ഥലത്തെത്തി, അടപ്പിച്ച കടകളെ അവർ കൂടി നിന്ന് ധൈര്യം കൊടുത്ത് തുറന്നില്ലേ? കേരളത്തിലെ ഏത് ഹർത്താലിലാണ് ഇതിന് സമാനമായൊരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടാവില്ല. 2, ക്ഷേത്രത്തിൻ്റെ മറവിലായിരുന്നു അവിടെ VHP സംഘം അവിടെ തമ്പടിച്ചിട്ട് ആക്രമണം ഉണ്ടാക്കിയത്. അവിടെ VHPയുടെ ഓഫീസായി പ്രവർത്തിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവിടെ നിന്ന് ആയുധങ്ങൾ പിടിച്ചു, അവിടെ നിന്ന് പ്രതികളെ പിടിച്ചു. എവിടെയാണ് ഇടപെടാത്തത്? സകല സ്ഥലത്തും. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് വിനയപുരസരം, മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ ഈ കേരളത്തിൽ ആ നിലയിലൊരു സംരക്ഷണം കൊടുക്കാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞു. ഇപ്പോൾ നിലയ്ക്കലിൽ ആദ്യത്തെ ദിവസം എങ്ങനെയാണ് പോലീസ് പിന്നെ എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ പോലീസിന് വീഴ്ച പറ്റിയെന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഏത് കോണ്ടസ്റ്റിലാണ് എന്താ പറഞ്ഞത്? അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിലും പറഞ്ഞതായി എൻ്റെ അറിവിലില്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സഖാവ് കോടിയേരി അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
പൊതുവിൽ കേരളീയർ അങ്ങനെ ഇത് നമ്മൾ പോലീസിൻ്റെ മണ്ടയിൽ പഴിചാരി ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തണം എന്നുകൂടിയാണ് ഈ ആക്രമിക്കുന്ന RSS ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങൾ ഊർജ്ജം പകരരുത്. ഈ RSS ആഗ്രഹിക്കുന്നതാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്നതാണ്. അല്ല, അങ്ങനെയല്ല. ഇത് തികച്ചും വസ്തുതാപരമായ ഒരു വിശകലനമാണ് നടത്തുന്നത്. നമുക്കത് തന്നെ ചർച്ച ചെയ്യാം. ശ്രീ NP ചേക്കുട്ടി, താങ്കൾ എന്താണ് കരുതുന്നത്? ഇത്രയും മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇന്നലത്തേത് ഒരു മുൻകൂട്ടി കഴിയുന്നൊരു സാഹചര്യമായിരുന്നു. കാരണം ഇത്തരം അക്രമങ്ങൾ ഉണ്ടാവുമെന്ന് ആക്രമത്തിന് നേതൃത്വം കൊടുത്തവർ തന്നെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി. KP ശശികല ടീച്ചറെ പോലുള്ളവർ ഫേസ്ബുക്കിൽ കൃത്യമായ മുന്നറിയിപ്പ്, സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ജനം അനുഭവിക്കുമെന്ന് തന്നെയാണ് അവർ ഫേസ്ബുക്കിൽ എഴുതിയത്. അത് വായിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുമെന്ന് പ്രശ്നമുണ്ടാകുമെന്ന്. പോലീസിന് കൃത്യമായ മുൻകരുതലെടുക്കാൻ സാധിച്ചോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത് ഇന്നലെ ഒരു ദിവസത്തെ വിഷയം മാത്രമായിട്ട് നമ്മളെ ഒതുക്കി കാണരുത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രദേശങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2.5 മാസക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരാവസ്ഥയുടെ ഒരു അന്തരീക്ഷത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. കാരണം നിരന്തരമായിട്ട് കേരളത്തിനകത്ത് സംഘർഷം ഉണ്ടാക്കാനും ക്രമസമാധാനത്തെ തകർക്കാനും ജനങ്ങളെ ഭീതിയിൽ എത്തിക്കാനുള്ളൊരു ശ്രമം വളരെ ഗൗരവത്തോടുകൂടി നടക്കുന്നുണ്ട്. അത് നടത്തുന്നത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കേരളത്തിലെ പ്രബലരായിട്ടുള്ള നേതാക്കളാണ്. സംഘപരിവാരത്തിൻ്റെ വളരെ സംഘടിതമായ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അവിടെ ഇവിടെയുള്ള ചെറിയ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് പറ്റി പരിക്ക് പറ്റി അല്ലെങ്കിൽ സർക്കാരിന് തെറ്റുപറ്റി എന്നല്ല നോക്കേണ്ടത്. മറിച്ച് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ ഏകപക്ഷീയമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതാണ് ആ BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഇന്ന് പറഞ്ഞത്. പിന്നെ കേന്ദ്രം ഇടപെട്ട് കളിയും എന്നാ പറയുന്നത്. എന്തടിസ്ഥാനത്തിൽ അദ്ദേഹം കേന്ദ്രം ഇടപെടുന്നു പറയുന്നത്? അങ്ങനെയുള്ള ഒരു കേന്ദ്രം ഇടപെടാൻ മാത്രം ഇവിടെ പിന്നെ ലോ ആൻഡ് ഓർഡർ വീക്ക്നെസ് ഉണ്ടായിരിക്കുന്നത്? ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ഡൗൺ എന്ന സംഗതി ഉണ്ടായിട്ടില്ല. ചില സംഗതികളിൽ ചില ഭാഗത്ത് പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, ചില സ്ഥലത്ത് പോലീസ് വേണ്ടതും എത്തിയിട്ടില്ല, പോലീസ് ശേഷി പോലീസിൻ്റെ ഫോഴ്സ് ഉണ്ടായിട്ടില്ല. നമ്മൾ അത് നോക്കുമ്പോൾ UPയിൽ ഒരു പോലീസിൻ്റെ SIയെ തന്നെ ആളുകൾ അങ്ങനെ തന്നെ വെടിവെച്ച് കൊല്ലാണ്ടായത്. അയാളുടെ തോക്ക് തന്നെ പിടിച്ചു വെച്ച് എന്നിട്ട് അതിനുശേഷം രണ്ടാമതൊരു പോലീസുകാരനെ വെടിവെച്ച് വന്നു. ആ സ്ഥലത്ത് ആ സംസ്ഥാനത്ത് ഇന്ന് വരെ ഒരു നടപടിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു BJPക്കാരൻ പറഞ്ഞത് കേട്ടോ? ആരെങ്കിലും പറയുന്നത് കേട്ടോ? അപ്പോൾ അത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയുള്ള സമയത്ത് കേരളത്തിൽ പരിമിതമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളെ വലിയ വിഷയമാക്കി മാറ്റുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിനെ വീഴ്ത്തിക്കളയെന്നൊക്കെ പറയുന്നത് തികഞ്ഞ തെമ്മാടിത്തമാണ്. അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ശരിയാണ്, ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ജനങ്ങളുടെ വിഷയങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമം ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ PC തോമസ്, ഈ NDA സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് മികച്ച ക്രമസമാധാന പാലനത്തിനുള്ള അവാർഡൊക്കെ ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ളത്. മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അക്കാലത്തും കേന്ദ്ര സർക്കാർ മികച്ച ക്രമസമാധാന പാലനത്തിനുള്ള അവാർഡ് കേരളത്തിന് നൽകിയിട്ടുണ്ട്. ആ കേരളത്തെക്കുറിച്ചാണ് താങ്കൾ NDAയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഈ വിമർശനം ഉന്നയിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മാറിയിട്ട് കോടിയേരിയെ ഒന്ന് ആഭ്യന്തരമന്ത്രിയാക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പിണറായി വിജയൻ വളരെ വ്യക്തമല്ലേ? പിണറായി വിജയനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ലതല്ലെന്ന് പറയും എന്ന് ചോദിക്കുന്നതിൽ എന്താ? അങ്ങനെ ആയിക്കോട്ടെ, അന്ന് കുഴപ്പമില്ലായിരുന്നു, ഇന്ന് അങ്ങനെയാണെങ്കിൽ അന്ന് കുഴപ്പമില്ലാത്തവര് ഇന്ന് കുഴപ്പമുണ്ടെന്ന് എങ്ങനെ പറയും എന്നല്ലേ ചോദിച്ചത്. അങ്ങനെ ഒരു ചോദ്യത്തിന് എന്താ പ്രസക്തി? ഇന്നത്തേതാണ് നോക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ. എൻ്റെ ഓഫീസിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുക. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പിട്ട എല്ലാവരുടെയും ഒപ്പ് സഹിതമുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്. പിണറായി വിജയൻ എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് പരിപാലിക്കേണ്ടതായിട്ടുള്ള ക്രമസമാധാനം, അത് പരിപാലിക്കാനായിട്ട് വീഴ്ച പറ്റുന്നുണ്ട് എങ്കിൽ എവിടെയാണ്, എന്താണ് അതിനുള്ള നടപടി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഒന്ന് പഠിക്കണം. അത് അദ്ദേഹം പഠിച്ചാൽ മാത്രം പോരാ, അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അത് പരിപാലിക്കണം. അത് പരിപാലിച്ചില്ല എങ്കിൽ ആരും ഭീഷണിപ്പെടുത്തുന്നൊന്നുമില്ല. ഭീഷണിയല്ല പ്രശ്നം. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്, റിപ്പോർട്ട് ചോദിക്കുക എന്നുള്ളത്. പക്ഷേ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവ്
ഈ നരസിംഹറാവു അദ്ദേഹം ഈ ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഇടപെടും എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. കാരണം അത്തരത്തിൽ സമാന സാഹചര്യം ഇതിലും വഷളായ ക്രമസമാധാന നിലയുള്ള സംസ്ഥാനങ്ങളിലൊന്നും BJPക്ക് ഈ ആശങ്കകൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് മുൻകാലങ്ങളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 2 സംഭവങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ ഈ ഇന്ത്യയിൽ അരങ്ങേറാറുണ്ട്. അതിൽ തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ക്രമസമാധാന നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് NP ചെക്കുട്ടി അല്പം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇടപെടുമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് BJPയും NDAയും കേന്ദ്ര സർക്കാരും ഒക്കെ മറുപടി പറയേണ്ടി വരും. കാരണം ഈ ക്രമസമാധാന നില വഷളായത് എങ്ങനെയാണ്? സുപ്രീം കോടതി വിധിയുണ്ടായി, അതിനെതിരെ ഒരു യുക്തിയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം തെരുവിലിറങ്ങിയിരിക്കുന്നു. ഈ സുപ്രീം കോടതി വിധിയിൽ വേദനിക്കുന്ന ഭക്തജനങ്ങളില്ല എന്ന് ആർക്കും വാദമില്ല. അതിൽ വേദനയുള്ള ഭക്തജനങ്ങളുണ്ട്, പക്ഷെ അവർ നിശബ്ദരാണ്. പക്ഷേ ഈ വിധിയെ ആദ്യം സ്വാഗതം ചെയ്യുകയും ഈ വിധിയെ പിന്തുണയ്ക്കുകയും മുൻകാലങ്ങളിൽ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ തെരുവിലിറങ്ങി അക്രമം നടത്തുന്നു. അതിനെ ആ അക്രമത്തെ ചെറുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാണ് BJP നേതാവ് ഭീഷണിപ്പെടുത്തുന്നത്. അവിടെയാണ് അത് രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെടുക. അക്രമത്തിൻ്റെ കാരണത്തിലേക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ആക്രമണം ഉണ്ടാക്കിയാൽ അവിടെ നടപടി സ്വീകരിക്കുവാനായിട്ട് അധികാരമുള്ള ഗവൺമെൻറ് ഇവിടെയുണ്ട്. അവരത് ചെയ്യണം, അത് ചെയ്യാനായിട്ട് ബാധ്യതയുള്ളവർ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ചയിൽ വന്നത്. അത് പരിപാലിക്കേണ്ടത് അവർ പരിപാലിച്ചേ പറ്റൂ. ഇവിടെ കേരളമാണിത്. ഇത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനം പോലെ അല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തും ക്രമസമാധാനം പാലിക്കണം എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാവും. ഇവിടെ എല്ലാവരും തയ്യാറാകും, മാധ്യമങ്ങൾ തയ്യാറാകും, നിങ്ങൾ എല്ലാവരും തയ്യാറാകും. അതുകൊണ്ട് ഇവിടെ അത് കൂടുതൽ വഷളാക്കാൻ ആരെങ്കിലും എന്നുള്ളത് കൂടി. ശബരിമലയിൽ അതിഭീകരമായ പ്രതിഷേധം, ഒരു കാര്യം കൂടിയേ ഉള്ളൂ, ഒരു നിമിഷം മടങ്ങി വരാം. അതിഭീകരമായ പ്രതിഷേധം സന്നിധാനത്തുണ്ടായിരുന്ന സമയത്ത് സർക്കാരിന് ഒരു യുവതിയെ പോലും അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, അതിന് തയ്യാറായി വന്നവരെ പോലീസ് തന്നെ മടക്കി അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോഴും നിങ്ങളെപ്പോലുള്ളവർ വിമർശിച്ചു, എന്തുകൊണ്ടാണ് കയറ്റാൻ കഴിയാത്തത് എന്ന് വിമർശിച്ചു. ഇപ്പോൾ സന്നിധാനത്ത് പ്രതിഷേധമില്ല, ആരുടെയും ശ്രദ്ധ, മാധ്യമങ്ങളുടെ കാര്യമായ ശ്രദ്ധയില്ലാത്ത സാഹചര്യത്തിൽ അത് ആഗ്രഹിച്ചു വന്ന 2 പേർക്ക് പോലീസ് സംരക്ഷണത്തോടെ അവിടെ കയറാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. അവരവരുടെ ബാധ്യത നിറവേറ്റി. അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തന്നെ നിയമപരമായി ഭരണഘടനാപരമായി അതൊരു തെറ്റല്ലല്ലോ. അവർക്ക് സംരക്ഷണം കൊടുത്ത് അവരവരെ കയറ്റിയത് തെറ്റല്ലല്ലോ. പക്ഷെ നിങ്ങൾ ഒരേ നാണയത്തിൻ്റെ ഇരുപുറങ്ങളായി 1ഉം 2ഉം പ്രതികളായി സംസ്ഥാന സർക്കാരിനെയും ഈ പ്രതിഷേധിക്കുന്നവരെയും കാണുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞെടുത്ത് ഞങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണ്. റഹീം എന്നെ കഴിഞ്ഞ കുറേ നാളായി കാത്തിരിക്കുകയാണ്. റഹീമെ, ഞാൻ എന്നും ചാനൽ വരാറുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു, മെനഞ്ഞാന്നും ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് ഏഷ്യാനെല്ല, റഹീം കാണാത്തോണ്ടാ. റഹീമിനെ എൻ്റെ കൈ കിട്ടുന്നത് ഇന്നാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പട്ടടെ കൊണ്ടുവയ്ക്കുന്നവരെ പറഞ്ഞ കാര്യത്തിലൊരു മാറ്റവും വരുത്തത്തില്ല. അതിൽ അടിയുറച്ച് നിൽക്കുന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞാൻ അന്നും വെല്ലുവിളിച്ചു, ഇന്നും വെല്ലുവിളിച്ചു. കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രി 800 ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത ഒരാളെ കയറ്റാൻ പറ്റിയിട്ടില്ല. സകല കാടും നാടും ഉറങ്ങുന്ന സമയത്ത് 2 ഘട്ട നേരത്തെ ഈ ബണ്ടി ചോർ നമ്മുടെ ATM കൊള്ളയടിക്കുന്ന പോലെ പിണറായി വിജയൻ 2 എണ്ണത്തിനെ അവിടെ കൊണ്ടുപോയത്. ഇതുവരെ ആ 2 എണ്ണവും സൂര്യപ്രകാശം കണ്ടില്ലേ? എവിടെ 2 എണ്ണം? നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ? അതിൻ്റെ ആ ഭർത്താവിൻ്റെ അടുത്ത് അയക്കേ, അതിൻ്റെ വീട്ടിൽ പറഞ്ഞുവിട്, അതിൻ്റെ കൊച്ചുങ്ങളെ കാണട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. പക്ഷെ ഒരു കാര്യം വളരെ ഗൗരവമായിട്ട് പറയാം. ഇവിടെ നമ്മളീ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിൽ നിങ്ങളല്ലേ ഒരു സാവകാശ ഹർജി കൊടുത്തത്? സുപ്രീം കോടതി 29 റിവ്യൂ പെറ്റീഷൻ 22-ാം തീയതി കേൾക്കാനിരിക്കല്ലേ? അപ്പോൾ അമിത്ഷാ ഇവിടെ വന്ന് അവർ പറഞ്ഞല്ലോ, നിയമനിർമ്മാണമല്ല ഞങ്ങളുടെ പ്രശ്നം ഈ ഗവൺമെൻറ്റിനെ വലിച്ചു താഴെയിടലാണ്. അപ്പോൾ ഒരു ദീർഘവീക്ഷണം കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. ഇങ്ങനെ ഒരു വിവരക്കേട് കാണിക്കുമോ? ഒരിക്കലും കാണിക്കില്ല. ഞാനിവിടെ പറഞ്ഞത് 1,75,00,000 സ്ത്രീജനങ്ങളുണ്ട് കേരളത്തിൽ. സുപ്രീം കോടതി വിധി വന്നിട്ട് ഒരാൾ പോലും ഇന്ന് വരെ ശബരിമലയിൽ പോകാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞു, ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കുന്ന വിശ്വാസികളല്ല, ഭക്തജനങ്ങളല്ല, RSS ആണ്, സംഘപരിവാറാണ്, BJP ആണ്. ഒരു സ്ത്രീയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്ത് 17 മണിക്കൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞിട്ടിട്ട് പുറത്ത് RSSൻ്റെ പ്രസംഗ മത്സരം നടക്കുമ്പോൾ അവിടുത്തെ സിയാലിൻ്റെ MD വിളിച്ച് പറഞ്ഞു, ഈ അതീവ സുരക്ഷാ മേഖലയാണ് എയർപോർട്ട്, അകത്ത് CISF, പുറത്ത് കേരള പോലീസ്. എന്തേ സുരേന്ദ്രനെ കസ്റ്റഡി എടുത്തില്ല, അറസ്റ്റ് ചെയ്തില്ല, ആളെ മാറ്റി കൊടുത്തില്ല? നിങ്ങൾ ചെയ്തോ? അപ്പോൾ 18-ാം പടിക്കകത്ത് കയറി നിന്ന് ആചാരലംഘനം നടത്തിയ
വത്സൻ തില്ലങ്കരി നിങ്ങൾ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തോ? എന്തെങ്കിലും ചെയ്തോ? നിങ്ങളുടെ പോലീസിൻ്റെ മൈക്ക് വാങ്ങിച്ച് പോലീസുകാർ നിൽക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി ലംഘിക്കാനാണെന്ന് പറഞ്ഞിട്ട് അയാളെ എന്ത് ചെയ്തു നിങ്ങൾ? അതാ ഞാൻ പറഞ്ഞത്, 1,75,00,000 വരുന്ന സ്ത്രീജനങ്ങളിൽ, ഭക്തരിൽ ആരും ശബരിമലയിൽ അക്രമത്തിന് പോയില്ല, യുവതികളെ തടഞ്ഞില്ല, ഒരു തരത്തിലും ഒരു അക്രമം കാണിച്ചില്ല. കാണിക്കുന്നത് മുഴുവൻ RSS. അവരെ ഇതുവരെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ട് പോലും നിങ്ങൾ മുഖവിലേക്ക് എടുത്തില്ല. അതിൻ്റെ ഫലമാണ് അഴിഞ്ഞാടിയത്. പിന്നെ നിങ്ങളാണ് ഇക്കാര്യത്തിൽ പലതിൻ്റെ റോൾ മോഡൽ. നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി പറഞ്ഞിട്ടില്ലേ, വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഞങ്ങൾ ബോംബുണ്ടാക്കുമെന്ന്. പാർട്ടി ഓഫീസ് നിങ്ങൾ അടിച്ചു ചേർത്തിട്ടില്ലേ? നിങ്ങളല്ലേ മന്ത്രിമാരെ വഴിതടയാൻ ആളുകളെ പഠിപ്പിച്ചു കൊടുത്തത്? രാഘവനെ നിങ്ങളല്ലേ കൊല്ലാൻ ശ്രമിച്ചത്? ഉമ്മൻചാണ്ടിയുടെ കാറ്, മുഖ്യമന്ത്രിയുടെ കാറ് നിങ്ങൾ അടിച്ചു ശരി, രാജ്മോഹൻ പറഞ്ഞു വരുന്നതിലെ പ്രസക്തമായ ഒരു കാര്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ മടങ്ങി വരാം. ഇത് പറയുന്നത്, ഒന്ന്, അവിടെ പ്രതിഷേധമുണ്ടായിരുന്ന സമയത്തൊന്നും സർക്കാർ അവിടെ യുവതികളെ ബലം പ്രയോഗിച്ച് കയറ്റാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് തയ്യാറായി വന്ന ആളുകളെ, ഭക്തരായ ആളുകളെ, ആക്ടിവിസ്റ്റായ ആളുകളെ, ഈ രണ്ട് തരത്തിലുള്ള ആളുകളെയും സർക്കാർ മടക്കി അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ പ്രതിഷേധമുണ്ടായിരുന്ന സമയത്ത് അവിടെ പ്രതിഷേധമടങ്ങി, BJPയുടെ സമരം തലസ്ഥാനത്തേക്ക് മാറി, BJPയുടെ പ്രതിഷേധം ശക്തി കുറഞ്ഞു വരുന്നു, BJPയുടെ പല വാദങ്ങളും തുറന്നു കാട്ടപ്പെടുന്നു, അവരുടെ പ്രതിഷേധം ദുർബലമാകുന്നു. ആ സാഹചര്യത്തിൽ UDF നിയമസഭയിൽ ഈ ശബരിമല വിഷയം അവർ ഏറ്റെടുക്കുന്നു. UDFൻ്റെ കയ്യിലേക്ക് സമരം വരുന്നു. കോൺഗ്രസ് ശക്തമായി ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അക്രമരഹിതമായി. ഈ സാഹചര്യത്തിൽ ഈ വരുന്ന മാസം തന്നെ സുപ്രീം കോടതി വിധി പരിഗണിക്കാനിരിക്കെ വളരെ ഓർക്കസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആക്ടിവിസ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന 2 പേരെ സർക്കാർ അവിടെ കൊണ്ടുപോകുന്നു. ഇത് ഒരു വയലൻസ് ഇൻസൈറ്റ് ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് എന്നാണ് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ രാജ്ഭവൻ ഉണ്ണിത്താനും എല്ലാം ആരോപിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരെ തെറ്റു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നലെ നാം തെരുവിൽ കണ്ടത്. ഇല്ല ജംസേ, അങ്ങനെയൊന്നും പറയരുത്. അതിനകത്ത് കാര്യം എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഞാനൊരു ഉദാഹരണം പറയുകയാണ് തിരിച്ച്. ഇവരുടെ പോർവിളികൾ, ഇവരുടെ വെല്ലുവിളികൾ തുടരുന്നു. ഇപ്പോഴും ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതായത് RSSകാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ യുവതികൾ അവിടെ കയറ്റില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരും അവിടെ തടയാൻ പോയിട്ടില്ലല്ലോ, അവരത് വാദിച്ചിട്ടുമില്ല. RSSകാരാണ് അവിടെ തടയാൻ നിൽക്കുന്നത്. RSSകാരായ ക്രിമിനലുകൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഈ സ്ത്രീകൾ കയറില്ല. നിങ്ങൾ RSSകാരറിയാതെ ഒളിച്ചു കിടത്തിയെന്നാണ് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. ഞാൻ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് വിചാരിക്കുക. ഞങ്ങൾ അവിടെ ആളുകളെ കയറ്റുന്നില്ല, സംരക്ഷണം കൊടുക്കുന്നില്ല, വീണ്ടും യുവതികളെ മടക്കി അയക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക. കാലം കഴിഞ്ഞു പോകുന്നു എന്നിരിക്കട്ടെ. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം എന്താണ് അതിൽ നിന്ന് കൊടുക്കുന്ന ലെസൺ എന്താണ്, പാഠം എന്താണ്? ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഒരു വിധിയെപ്പോലും വെല്ലുവിളിക്കാൻ പാകത്തിൽ RSS കേരളത്തിൽ വളർന്നിരിക്കുന്നു എന്ന സന്ദേശമല്ലേ? അത് കൊടുക്കണമായിരുന്നോ? മീഡിയ വൺ പറ, കണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറ. തിരിച്ചായിരുന്നു സംഭവിച്ചത്, കോൺഗ്രസ് പറ. RSS കേരളത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിയെപ്പോലും മറികടക്കാൻ പാകത്തിൽ വളർന്നിരിക്കുന്നു, ശക്തരാണ് എന്ന സന്ദേശമാണ് കൊടുക്കേണ്ടത്. അതല്ല കൊടുക്കേണ്ടത്. മറിച്ച് ഇന്ത്യൻ ഭരണഘടന താഴ്ന്നു പോകാൻ പാടില്ല. ഈ ഭരണഘടനാപരമായ വിധി, കോടതി വിധി, പോലീസിങ്, ഇതെല്ലാം ഒരു പൊതുസമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു മെക്കാനിസമാണ്. ആ മെക്കാനിസത്തിലുള്ള വിശ്വാസം, അതിലുള്ള ഭയം, ഇതൊന്നും തകർന്നു പോകാൻ പാടില്ല. എങ്കിൽ ഈ സൊസൈറ്റി ഉണ്ടാകില്ല. അങ്ങനെ ഈ സമൂഹത്തെ ആകെ ശിഥിലമാക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ പോലീസ് സമയോചിതമായി ഇടപെടുന്നു. ശ്രീ ഉണ്ണിത്താൻ ഇവിടെ പറയുമ്പോൾ അതും ശ്രീ സുരേന്ദ്രൻ അന്ന് വെല്ലുവിളിച്ചത് തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ശ്രീ ഉണ്ണിത്താൻ ചോദിച്ച വെല്ലുവിളി എന്തായിരുന്നു? പട്ടാപ്പകൽ എല്ലാവരും കാണക്കെ സൂര്യനു കീഴിൽ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോ? അന്ന് സുരേന്ദ്രൻ പോയിട്ട് വെല്ലുവിളിച്ചെന്താ? ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചിലേക്ക് വെടിവെക്കൂ. എന്താ പറഞ്ഞത്? ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ലാത്തി ചാർജ് ചെയ്യൂ, ഇതല്ലേ പറഞ്ഞത്? അദ്ദേഹം ചോദിക്കുകയാണ്, വത്സൻ തില്ലങ്കരി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഞങ്ങൾ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യണം, അവിടെ വെച്ച് പോലീസ് നടപടി ഉണ്ടാകണം, പട്ടാപ്പകൽ തന്നെ കയറ്റാൻ ഞങ്ങൾ ശ്രമിക്കണം, കയറ്റുമ്പോൾ പോലീസ് നടപടി ഉണ്ടാകും. അതിൻ്റെ പേരിൽ സന്നിധാനത്തെ പോലീസ് നടപടിയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിൻ്റെ പിന്നാലെ കേരളമാകെ കത്തിക്കാൻ RSSന് അവസരമുണ്ടാക്കണം. കോൺഗ്രസ് അതാണോ ആഗ്രഹിച്ചത്? അങ്ങനെയാണോ ആഗ്രഹിച്ചത്? അതെ, ഒരു തുള്ളി രക്തം വീഴാതെ അതിലൊരു അവ്യക്തതയുണ്ട്. വത്സൻ തില്ലങ്കേരിയെയും സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യുന്നത് വഴി RSS അവരുടെ രോഷം ശമിപ്പിക്കാൻ തെരുവുകൾ കത്തിക്കുമായിരുന്നു എന്ന് താങ്കൾ വാദിക്കുന്നു. സമാനമായ സംഭവമല്ലേ ഇന്നലെ നടന്നത്? അത് ഇടയാക്കിയത് അല്ലല്ല. രാജ്ഭവൻ ഉണ്ണിത്താൻ ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അതായത് യുവതികളെ പ്രവേശിപ്പിച്ച് സംഘപരിവാറിനെ പ്രകോപിതരാക്കണമായിരുന്നോ, അതോ RSS നേതാക്കളെ അറസ്റ്റ് ചെയ്ത് സംഘപരിവാറിനെ പ്രകോപത്തിലാക്കണമോ? ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നിടത്താണ് നിങ്ങളുടെ രാഷ്ട്രീയം? അങ്ങനെയല്ല.
അതല്ല, ഇതല്ലേ ഞാൻ പറഞ്ഞത്. യുവതികളെ കയറ്റില്ല എന്നത് വാശിയാണ്. ആരുടെ വാശി? RSSൻ്റെ വാശി. കയറ്റിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഒരു നേതാവ് പ്രസംഗിച്ചത്. കയറ്റുന്നുവെങ്കിൽ എൻ്റെ നെഞ്ചിൽ ചവിട്ടി കയറ്റട്ടെ എന്നാണ് വേറൊരു നേതാവ് പ്രസംഗിച്ചത്. കയറ്റാനായി പിണറായി വളർന്നിട്ടില്ല എന്നാണ് വേറൊരു കൂട്ടർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വിളിക്കുന്നതൊക്കെ സഖാവ് പിണറായി ആണെങ്കിൽ ഇത് ഭരണഘടനാപരമായൊരു വിധിയാണല്ലോ. വെല്ലുവിളിക്കുന്ന ആത്യന്തികമായി ഭരണഘടനയല്ലേ. ഭരണഘടനാപരമായി സുപ്രീം കോടതിയുടെ വിധിയെപ്പോലും വെല്ലുവിളിച്ച് വിജയിക്കാൻ കഴിഞ്ഞവരായി RSSകാർ മാറിയിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ പിന്നെ RSS മിച്ചം വയ്ക്കുമായിരുന്നു. RSS എന്താകുമായിരുന്നു? അങ്ങനെ RSSൻ്റെ അവരെ സംബന്ധിച്ച് RSSൻ്റെ ചരിത്രത്തിലെ കേരളത്തിലെ ഒരു ലാസ്റ്റ് ബസ്സാണ്, സുവർണാവസരമാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ശക്തമായിട്ട് കേരളം ഒരേ ശബ്ദത്തോടെ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അവിടെയാണ് പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കൂടിയായ ശ്രീ PC തോമസ് ഭരണഘടനയ്ക്ക് അങ്ങേ കാണാനാകുന്നില്ല, ഭരണഘടനയുടെ കോപ്പി അങ്ങയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങ് ഭരണഘടനയെല്ലാം നോക്കി ഇപ്പോഴീ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടാൽ ശ്രീ ശ്രീധരൻപിള്ളയോ അല്ലെങ്കിൽ ശ്രീ കുമ്മനമോ ആരെങ്കിലും മുഖ്യമന്ത്രിയാകും, താങ്കൾ അതിൻ്റെ ഉപമുഖ്യമന്ത്രിയാകും എന്നെല്ലാം ഇങ്ങനെ ഭരണഘടന വായിച്ച് സന്തോഷം കൂറി ഇരിക്കുകയാണ്. അതങ്ങ് മടക്കി വെച്ചിട്ട് ദൈവീയ കേരളമാണ്, നടക്കാൻ പോകുന്നില്ല. ശ്രീ എൻ പിച്ചേക്കുട്ടി, ഇവിടെ ഒരു സാങ്കല്പികമാണ്. അതായത് ഈ മാസം അവസാനം തന്നെ ഈ റിവ്യൂകൾ കോടതി പരിഗണിക്കാനിരിക്കെ സർക്കാരിന് ഒരു വാശിയുമില്ല ആരെങ്കിലും യുവതികളെ അവിടെ കയറ്റണം, അതായത് ഈ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുമ്പോൾ അവിടെ കയറ്റണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരു വാശിയുമില്ല, അത്തരം ദുർവാശികളൊന്നും സർക്കാരിനില്ലാന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഈ മുൻപ് ഭക്തകളായ സ്ത്രീകളെ, ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ ഉൾപ്പെടെ സുരക്ഷാ കാരണം പറഞ്ഞ് പോലീസ് മടക്കി അയച്ചതുപോലെ ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഈ കോടതി റിവ്യൂ പരിഗണിക്കുന്നതുവരെ സർക്കാർ നിൽക്കുകയും ഈ പറയുന്ന പ്രതിഷേധം, സംഘപരിവാറിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം കെട്ടടങ്ങി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നോ സർക്കാർ വേണ്ടത്? അതല്ല, ഈ പ്രതിഷേധമെല്ലാം അവിടെ അടങ്ങി കഴിയുന്ന സമയത്ത് സർക്കാർ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രണ്ട് ആക്ടിവിസ്റ്റുകളെ അവിടെ പ്രവേശിപ്പിച്ചുകൊണ്ട് അതൊരു നേട്ടമായി പറയുകയായിരുന്നു ചെയ്യേണ്ടത്. ഏതായിരുന്നു വിവേകപൂർണമായൊരു തീരുമാനം? ഈ സംഘപരിവാർ എന്ന് പറയുന്ന കൂട്ടർ പിന്നെ അവർ അടങ്ങുന്നും അവർ സമാധാനത്തിലേക്ക് തിരിച്ചു എന്നും നിങ്ങൾ എന്താ ഈ പറയണത്? അവരൊരു സ്പെസിഫിക് പൊളിറ്റിക്കൽ അജണ്ടയായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് പിന്നെ ഈ ശബരിമലയും പ്രശ്നമല്ല, സ്ത്രീകളും പ്രശ്നമല്ല, അവർക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് പ്രശ്നം. അപ്പോൾ അതിനകത്ത് കേരളത്തിൽ ഇപ്പം അവർ കാണുന്നത് വളരെ സൗകര്യപ്രദമായിട്ട് ശബരിമലയെ വെച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്താം. അത് അവർ നേരത്തെ പരസ്യമായിട്ട് പറഞ്ഞതാണല്ലോ. കേരളത്തിലെ അയോധ്യയാണ് ശബരിമല. അവർ ക്ലിയറായിട്ട് പറഞ്ഞു. എന്താ ഈ ശബരിമല, ഈ അയോധ്യ എന്ന് പറയുന്നത് എന്താണ്? അയോധ്യ എന്ന് പറയുന്ന സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ മതേതരത്വത്തെ, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ, നമ്മുടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ എല്ലാ നിയന്ത്രണങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടൊരു ന്യൂനപക്ഷ പിന്നെ പ്ലേസ് ഓഫ് വർഷിപ്പിനെ അടിച്ച് തകർത്തതാണ്. ആ തരത്തിൽ കേരളത്തിനകത്തും വരികയും അതിൻ്റെ ഭാഗമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെ തകർത്തു എന്നുള്ളതാണ്. ആ തരത്തിലുള്ള അജണ്ടകളെ സർക്കാർ തകർത്തു. അന്ന് 92 ഈ അമ്പലം പള്ളി തകർക്കുന്ന സമയത്ത് അതിനെ എതിർക്കേണ്ട ബാധ്യസ്ഥതയുണ്ടായിരുന്ന പ്രധാനമന്ത്രി ആ സമയത്ത് അദ്ദേഹം പൂജാമുറി കയറി. നമ്മുടെ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു. ഇത് രണ്ടും നമ്മൾ കാണേണ്ടതാണ്. 92 അയോധ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബരിമലയുടെ കാര്യത്തിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നടപടികളാണ് കേരളത്തിലുണ്ടായത്. അക്കാര്യത്തിൽ ഞാൻ ഈ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. കാരണം അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽപ്പെടുമായിരുന്നു, രാജ്യം ഒരു പ്രതിസന്ധിയിൽപ്പെടുമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികളെടുക്കും. സ്ത്രീകൾ കയറുന്നില്ലോ, എന്ന് കയറുന്നു, എപ്പോൾ കയറുന്നു, രാവിലെ കയറുന്നോ, വൈകുന്നേരം കയറുന്നോ, നട തുറന്നിരിക്കുന്ന സമയത്ത് കയറി എന്ന് മാത്രമേ പറയുള്ളൂ. അത് രാത്രിയാണോ പകലാണോ എന്നൊരു വിഷയമല്ല. അവിടെ നട തുറന്നിട്ടുണ്ടല്ലോ, നട തുറന്ന സമയത്ത് സ്ത്രീകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും അനാവശ്യമായിട്ട് വലിയ അനാവശ്യ ചർച്ചയിൽ അർത്ഥമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് RSSൻ്റെ ഏകപക്ഷീയമായ നടപടികളെ, രാജ്യത്തെ തകർക്കാനുള്ള നീക്കങ്ങളെ ശക്തമായിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ശരിയായിട്ടൊരു നയമാണ്. ശ്രീ PC തോമസ്, ക്രമസമാധാന നില തകർന്നു, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു, ഗവർണർ റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ ക്രമസമാധാന നില തകരും വിധമുള്ള പ്രക്ഷോഭങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തിയ ആളുകൾക്ക് വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിലെത്താൻ പോകുന്നു. പ്രളയത്തിൽ കേരളം മുങ്ങിയപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് കാല് മണ്ണിലിറക്കി വെച്ച് മലയാളികളോടൊപ്പം നിന്നിട്ടില്ല പ്രധാനമന്ത്രി. ഇങ്ങോട്ട് ലഭിക്കുമായിരുന്ന വിദേശ ധനസഹായത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ നാം ഓർക്കുകയും ചെയ്യുന്നു. അതേ ക്രമസമാധാന നില വഷളാക്കുന്ന ഒരു സമരത്തിന് ഊർജം പകരാൻ, ആ എരുതിയിൽ എണ്ണയൊഴിക്കാൻ അമിത്ഷാജിയും നരേന്ദ്രമോദിജിയും കേരളത്തിലേക്ക് എത്തുകയാണ്. അവിടെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം.
അവിടെയാണ് ഈ ഇരട്ടത്താപ്പ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി ഓടി ഇവിടെ വന്നല്ലോ. അതെന്താ മറന്നുപോയത്? അത് വേറെ രാഷ്ട്രീയം നോക്കിയല്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ നീക്കാനായിട്ട് നോക്കുന്ന പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെയോ മാത്രം കണ്ടുകൊണ്ടല്ല അദ്ദേഹം വരുന്നത്. അദ്ദേഹം കേരളത്തിനെ, ഭാരതത്തിന്റെ ഒരു മണ്ണ് എന്നുള്ള നിലയിൽ കേരളത്തിൽ വരട്ടെ, അതിനെ സ്വാഗതം ചെയ്യൂ, അതല്ലേ വേണ്ടത്. പിന്നെ രണ്ട്, അവരൊക്കെ വരുന്നതെല്ലാം രാഷ്ട്രീയത്തിനാണ് എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയനും അതുപോലെ CPM-ഉം ഒന്നും രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ അവരൊക്കെ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുകയാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഭരണഘടന കാണിച്ചത്. വേറെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാരും ആ കാര്യത്തിൽ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുവാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പിട്ട ആ ഭരണഘടന എന്റെ ഓഫീസിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് ഞാനത് എടുത്ത് കാട്ടിയേ ഉള്ളൂ. ശരി, ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. റഹീം, പിണറായി വിജയന്റേതും രാഷ്ട്രീയമാണെന്നാണ് PC തോമസിന്റെ വാദം. മറുപടി വളരെ ചുരുക്കി. ശ്രീ PC തോമസ് ആ ഭരണഘടന കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് RSSനെയാണ്. താങ്കളുടെ കയ്യിൽ ഇങ്ങനൊരു ഭരണഘടന ഇരിക്കുന്നത് പോലും RSS അറിയരുത്. കാരണം ആ ഭരണഘടനയെ ചിതയിലിടാൻ വേണ്ടി ചിതയൊരുക്കി കാത്തിരിക്കുന്ന ഭരണഘടനയുടെ അത്രയേറെ ദേഷ്യമുള്ളവരാണ് അവർ. അങ്ങ് ഈ ഭരണഘടന സൂക്ഷിക്കുന്നുവെന്ന് അറിഞ്ഞാൽ തന്നെ അങ്ങ് NDAയിൽ തുടരാനുള്ള അയോഗ്യതയായവർ കാണുന്നത്. ഭരണഘടനയോട് കലാപം ഉയർത്തുന്നത് RSS. ആ RSSനെ നിങ്ങൾ ഈ ഭരണഘടന കഴിയുമെങ്കിൽ പഠിപ്പിക്കൂ, ആ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിക്കൂ. ആ ഭരണഘടനയ്ക്കെതിരായ സമരമാണ് ഈ കേരളത്തിൻ്റെ തെരുവിൽ നടക്കുന്നത്. അല്ലാതെ സഖാവ് പിണറായിക്കെതിരെയുള്ള സമരമായി മാത്രം അതിനെ കാണണ്ട. ഇത് ഇന്ത്യൻ നീതിപീഠത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. നിങ്ങൾ ഈ പറഞ്ഞ അമിത്ഷാ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. വന്നിട്ട് കഴിഞ്ഞ തവണ പറഞ്ഞത് എന്താ? ഈ ഭരണഘടന ഉറപ്പ് നൽകേണ്ട, ഈ ഭരണഘടനയ്ക്ക് കാവൽ നിൽക്കേണ്ട സുപ്രീം കോടതി വിശ്വാസമനുസരിച്ച് എന്ത് നടക്കുമെന്നറിഞ്ഞ് സൂക്ഷിച്ചും കണ്ടും വിധി പറയണമെന്ന് പറഞ്ഞില്ലേ? ഇന്ത്യയുടെ സുപ്രീം കോടതിയെ ശാസിച്ചില്ലേ ഈ കേരളത്തിൽ നിന്നുകൊണ്ട്? ഈ ഭരണഘടനാപരമാണോ? അത് ഭരണഘടനാപരമാണോ? ഈ ഭരണഘടന അങ്ങ് കയ്യിലിരിക്കുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇവർ ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വം നടത്തിയതിൻ്റെ പേരിൽ, ഒരു സ്ത്രീ കയറിയതിൻ്റെ പേരിൽ ഇവിടെ ഹർത്താൽ എടുത്തോ? ഇവിടെ കലാപം നടത്തോ? പോലീസ് സ്റ്റേഷൻ നേരെ ബോംബെറിയോ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പം നല്ല വാക്കുകൾ പറയുകയല്ല വൃത്തിയും അടുക്കോടുകൂടി, മറിച്ച് ഭരണഘടനയുടെ നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഭരണഘടനയോ ഭരണഘടനയുടെ മൂല്യങ്ങളോ RSSന് ഭൂഷണമല്ല. ഈ രാഷ്ട്രീയ കളിയിൽ, ഇത് രാഷ്ട്രീയമാണെങ്കിൽ ഈ രാഷ്ട്രീയ കളിയിൽ ആര് നേട്ടം കൊയ്യുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. വളരെയധികം നന്ദി ശ്രീ റഹീം, രാജ്മോഹൻ ഉണ്ണിത്താൻ, PC തോമസ്, NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.